എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെല്ലിൻ്റെ ഒരു ലാപ്ടോപ്പ് സർവീസാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ ഒരു ലാപ്ടോപ്പ് വന്നിട്ടുള്ളത് ഇതിൻ്റെ USB പോർട്ട് വർക്ക് ചെയ്യുന്നില്ല, ഇതിലൊരു എറർ മെസ്സേജ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പെൻഡ്രൈവ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാലും ആ പെൻഡ്രൈവിൻ്റെ കമ്പ്യൂട്ടറിനകത്ത് ആ പെൻഡ്രൈവിൻ്റെ യാതൊരുവിധ ഒന്നും കാണിക്കത്തില്ല. ഇത് ഓപ്പൺ ചെയ്യാനോ എന്ത് USB ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാലും അത് ഇതിൽ കാണിക്കില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ പറഞ്ഞിട്ടുണ്ട് പവർ സർജ് ഓൺ ദ USB പോർട്ട് എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ പോർട്ട് കംപ്ലൈൻ്റ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡ്രൈവർ കംപ്ലൈൻ്റ് ആയിരിക്കും. ആദ്യം നമുക്കിതിൻ്റെ ഡ്രൈവറുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, ഡ്രൈവറൊക്കെ കറക്റ്റാണോ അല്ലയോ എന്ന്. ഓക്കെ, ഇതാണ് യൂണിവേഴ്സൽ സീരിയൽ ബസ് കൺട്രോളറിൽ വരുന്ന USB ഹബ്ബുകൾ. അതിലൊന്നും യാതൊരുവിധ എറർ മെസ്സേജ് കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് വരുന്നത് ഇതിൻ്റെ USB പോർട്ടുകളാണ്. ഇപ്പോഴും നമുക്ക് ആ ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്, അത് നോക്കാം. പവർ സർജ് ഓൺ ദ USB പോർട്ട്, അൺനൗൺ USB ഡിവൈസ് നീഡ് മോർ പവർ ദെൻ ദ പോർട്ട് ക്യാൻ സപ്ലൈ. ഈ ഒരു എറർ വരും, നമ്മുടെ USB വർക്ക് ചെയ്യുന്നില്ല. അത് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് ദിസ് PC എന്നുള്ള ആ ഒരു ഇതിൽ ദിസ് PC എന്നുള്ള ഓപ്പൺ ചെയ്തിട്ട് അതിനകത്താണ് നമുക്ക് നമ്മൾ പെൻ ഡ്രൈവുകൾ കുത്തി കഴിഞ്ഞാൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡ്രൈവ് ഇതിനകത്താണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ പെൻ ഡ്രൈവ്, ഇതൊരു സാൻഡിസ്കിൻ്റെ 8 GB ഒരു പെൻ ഡ്രൈവാണ്. അപ്പോൾ ഈ പെൻ ഡ്രൈവ് ഞാനിവിടെ കണക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ പെൻ ഡ്രൈവ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിനകത്ത് അത് കാണിക്കണം, അതിൻ്റെ ആ ഒരു ഡ്രൈവിൻ്റെ ഒരു സിമ്പൽ വരണം. പക്ഷേ അത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് കൊണ്ടുവന്നതിന് ശേഷം ഈ കംപ്ലൈൻറ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ USB പോർട്ട് ഒരു പോർട്ടിൽ ഡാമേജസ് ആണ്, പിന്നെ ഡാമേജസ് ആയിട്ടിരിക്കുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നതും ഈ USB പോർട്ട് വർക്ക് ചെയ്യാത്തത്. ആദ്യം ഈ ലാപ്പ് ഒന്ന് നമുക്ക് ഓഫ് ചെയ്യാം, പവർ ഓഫ് ചെയ്യാം. ഓക്കെ, ഈ ലാപ്പ് പവർ ഓഫ് ചെയ്തിട്ട് വേണ്ട ഈ സൈഡിൽ ഞാൻ ടോർച്ച് എടുക്കട്ടെ. ഈ സൈഡിൽ ആ USB പോർട്ട് ഉണ്ടോ, ആ USB പോർട്ടിൻ്റെ പിന്നെ ഫുള്ള് ഡാമേജസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പോർട്ടിൻ്റെ പിന്നെ ഫുള്ള് ഡാമേജസ്. അപ്പോൾ ഈ പോർട്ട് നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അതിനാദ്യം നമുക്ക് ഈ ഒരു ലാപ്പിൻ്റെ ബോർഡ്, ആ ഡാമേജസ് ആയിട്ടിരുന്ന പിന്നിരിക്കുന്ന ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചെടുക്കണം. അപ്പോൾ ഇത് അഴിച്ചെടുത്തിട്ട് വരാം. ഇത് കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അഴിച്ച് പറക്കൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് ഞാൻ അഴിച്ച് പറക്കിയിട്ട് എൻ്റെ ബോർഡ്, ആ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ആ USB പോർട്ട് ഇരിക്കുന്ന ബോർഡ് മാത്രം എടുത്തിട്ട് നമുക്ക് ആ പോർട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ ഇരിക്കുന്ന ചെറിയ ബോർഡിലാണ് ഈ രണ്ട് USB പോർട്ട് വരുന്നത്. ഇതിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ അപ്പോൾ ഇതാണ് നമുക്ക് റിപ്പയർ ചെയ്യാനുള്ള ബോർഡ്. ഓക്കെ, ഈ ഒരു പോർട്ടാണ് കംപ്ലൈൻറ്റ്. നമ്മുടെ കയ്യിൽ ഈ ഒരു സെയിം പോർട്ട് ഉണ്ടോയെന്ന് നോക്കിയിട്ട് വരാം. ഈ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റൂ, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർട്ട് ഇളക്കി മാറ്റി ഇത് എംറ്റി ആക്കി ഇടേണ്ടി വരും.
സെയിം പോർട്ട് ഉണ്ടെങ്കിൽ മാറാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇളക്കി മാറ്റിയിട്ട് എം ടി സ്പേസ് ആക്കി ഇടാം. ഈ ഒരു പോർട്ടിൽ ഇവിടെ ഷോർട്ടിങ് ഉണ്ട്, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യാം. നമുക്കാദ്യം മൾട്ടിമീറ്റർ ബീപ്പ് മോഡിൽ ഇട്ടിട്ട് ഇതിൻ്റെ ബോഡി എർത്തിങ് ആയിട്ട് കൊടുക്കാം. അതായത് ഇതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡിലും ബീപ്പ് കേൾക്കുന്നുണ്ട്. അതായത് ഈ ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും കൂടി ഷോർട്ടായിരിക്കുമ്പോഴത്തേക്കും ഇതിനകത്തൊരു പവർ ഡിറ്റക്ഷൻ കൺട്രോളറുണ്ട്. ഈ കൺട്രോളർ ഇതിൻ്റെ അകത്തുള്ള കറണ്ട് ഡിറ്റക്റ്റ് ചെയ്യും. ഈ ഷോർട്ടിങ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഈ ഒരു മെസ്സേജ് വരികയും ബാക്കി എല്ലാ പോർട്ടിലോട്ടും ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുകയും അപ്പോൾ ബാക്കി എല്ലാ പോർട്ടിലോട്ടുള്ള സപ്ലൈ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു പോർട്ട് ഉണ്ടോയെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ സെയിം സോക്കറ്റ് എൻ്റെ ഇല്ല, പക്ഷേ ഏതാണ്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു സോക്കറ്റിൻ്റെ ബോർഡ്, സ്പെയർ ബോർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സോക്കറ്റ് പക്ഷേ സെയിം അല്ല, അത് ചെറിയ വ്യത്യാസമുണ്ട്. കാണുമ്പോൾ ഒരേ കണക്കിരിക്കണമെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതിൻ്റെ ഈ കണക്ടർ ഉണ്ടല്ലോ, ഈ കണക്ടറിൻ്റെ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ സോൾഡറിങ് വരുന്നത്, ഇതിൻ്റെ സപ്പോർട്ടിങ് വരുന്നത്. പക്ഷേ ഇതിന് നേരെ ലെഫ്റ്റ് റൈറ്റ് ഈ ഒരു സൈഡും ഈ ഒരു സൈഡുമായിട്ടാണ്. പിന്നെ 4 പിന്നിൻ്റെ അവിടെയും ഒരു ഇതുണ്ട്. അത് കണക്ക് തന്നെ ഇതിന് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി ഇറങ്ങിയിട്ടാണ് വരുന്നത്. ഇത് ഇവിടെ ഇത് കണക്ക് സ്പെയർ ഇളക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന സ്പെയർ ബോർഡുകളാണ്. അപ്പോൾ ഇത് ഇളക്കി ഇവിടെ മാച്ച് ചെയ്യുന്ന രീതിയിൽ, വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം ഇളക്കണം. ആദ്യം സോൾഡർ ചെയ്ത് ഇളക്കി ഇവനെ ഇതിലോട്ട് മാറ്റിയിടാം. അതും ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഞാനിത് ഇളക്കി മാറ്റിയിട്ടിട്ട് വരാം. USB സോക്കറ്റ് ഇതിൽ നിന്ന് ഈ ഒരു ടൈപ്പ് മാറ്റിയിട്ട് ഡാമേജ് ആയത് മാറ്റിയിട്ട് വേറൊരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല വ്യത്യാസമുണ്ട്. കാര്യം എന്താണ്ട് ഇത് കണ്ടോ, ഈ ഒരു സോക്കറ്റ് എന്ന് പറയുന്നത് ബോർഡിന് സെൻറ്ററായിട്ടിരിക്കും, ഇത് എന്ന് പറയുന്നത് ബോർഡിന് ടോപ്പായിട്ടിരിക്കും. അപ്പോൾ ഇത് കയറി ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ സോക്കറ്റിൻ്റെ ഓപ്പണിങ് സൈഡുണ്ട് ബോഡിയിൽ, അത് ഇച്ചിരി സൈഡ് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരു മില്ലിമീറ്റർ ഇളവിന് അടിഭാഗത്തോട്ട് കട്ട് ചെയ്ത് നമുക്കിത് കയറ്റി വയ്ക്കാം. വേറെ ഇത് ഈ സെയിം കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരെണ്ണം കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡ് അതിൽ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ട് അത് ഓൺ ചെയ്ത് നമുക്ക് പെൻ ഡ്രൈവ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ബോഡിയിൽ ഞാൻ എല്ലാ സ്ക്രൂവും ഇട്ടിട്ടില്ല, കാര്യം ഇഞ്ചസ് സൈഡിലെ സ്ക്രൂ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്കതൊന്ന് ഓൺ ചെയ്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി എല്ലാ സ്ക്രൂവും ഇടാം. ഒരു പോർട്ട് എല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിൻ പവർ കൊടുത്ത് ഒന്ന് ഓൺ ചെയ്യാം. വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ദിസ് PC എന്നുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പെൻ ഡ്രൈവ് കണക്ഷൻ കൊടുക്കാം. ഇതിൽ ഈ ഒരു ലാപ്ടോപ്പിൽ നമുക്ക് 3 USB പോർട്ടുകളുണ്ട്. ഈ 3ഉം 2.0 USB പോർട്ടുകളാണ്. അപ്പോൾ ഓരോ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാ USB പോർട്ടും എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്.
ഇപ്പോൾ ഒരു USB പോർട്ട് എടുത്തു. ഇവിടെ കണ്ടല്ലോ. ഇത് ഞാൻ ഈ ഒരു സൈഡിൽ ഒന്നാമതായിട്ട് ഇവിടെ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ സൈഡിൽ 2 എണ്ണം ഉണ്ട്. അത് രണ്ടും 1 by 1 ആയിട്ട് കണക്ഷൻ കൊടുക്കാം. ഇനി ഇത് ഊരി ഇപ്പുറത്തേക്ക് കൊടുക്കുക. ഓക്കെ, അതിൽ ഒരു പോർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പോർട്ടിൽ വർക്ക് ചെയ്യുന്നില്ല. കാര്യം നമ്മൾ മാറ്റിയ പോർട്ട് ഓക്കെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മാറ്റാത്ത ഒരു പോർട്ട് കൊണ്ടുണ്ട് ആ സൈഡിൽ തന്നെ, ആ ഒരു പോർട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇത് ഞാനിപ്പോൾ മാറ്റിയ പോർട്ടിൽ കൊടുത്തപ്പോഴത്തേക്കും ആ ഒരു പെൻ ഡ്രൈവ് അത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് USB റീഡ് ആവുന്നില്ല, എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ലാപ്ടോപ്പ് നമുക്കിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആ പോർട്ട് പിന്നെ ഡാമേജ് ആയി പോയതുകൊണ്ടായിട്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആ പോർട്ട് മാറ്റി വെച്ച് ആ ഒരു കംപ്ലൈൻറ്റ് ഇതിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു പോർട്ട് ഒഴിച്ച് ബാക്കി 2 പോർട്ടിലും USB റീഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒരു പോർട്ടും കൂടി ഇതിൽ വർക്ക് ചെയ്യിപ്പിക്കാനുണ്ട്, അത് ഞാൻ പിന്നീട് നോക്കാം. അപ്പോൾ നമ്മുടെ കംപ്ലൈൻറ്റ് നമ്മളിതിൽ അത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കൂടുതലായിട്ടൊന്നുമില്ല, ബാക്കി ലാപ്പെല്ലാം വർക്കിംഗ് കണ്ടീഷനിലായിട്ടുള്ള ഒരു ലാപ്പ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.